ഹായ്, നമുക്കിന്ന് ഓണിയൻ പറാത്ത തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ആലു പറാത്ത പോലെ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചപ്പാത്തിയും കറിയും ഒക്കെ വയ്ക്കുന്ന അത്രയും ടൈം പോലും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ആദ്യം മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് ഗോതമ്പ് മാവ്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 1 ടീസ്പൂൺ, വെള്ളം കുഴയ്ക്കാൻ ആവശ്യത്തിന്. ഇനി ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ 1 ടീസ്പൂൺ, 1 കപ്പ് സവാള, 2 ടീസ്പൂൺ മല്ലിയില, 1 ടീസ്പൂൺ പച്ചമുളകിൻ്റെ പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. 1 ടീസ്പൂൺ എണ്ണ ചേർക്കുക. ഇനി ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. കുഴയ്ക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അകത്ത് വയ്ക്കേണ്ട ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. ഇതിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. സവാള എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. വലിയ കഷ്ണങ്ങളായിട്ട് കിടന്ന് നമ്മൾ ഈ ഫില്ലിങ് മാവിൻ്റെ അകത്ത് വെച്ച് പരത്തുമ്പോൾ പൊട്ടി പുറത്ത് വരും. അപ്പം മാക്സിമം നമ്മൾ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ മല്ലിയിലയും 1 ടീസ്പൂൺ പച്ചമുളകിൻ്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. സവാള നന്നായിട്ട് വെന്ത് വരേണ്ട ആവശ്യമില്ല. 1/4 വേവൊക്കെ ആയാൽ മതിയാകും. കാരണം നമ്മൾ ഈ ഫില്ലിങ് മാവിൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്നും കൂടി ചുട്ടെടുക്കും. അപ്പം നന്നായിട്ട് വെന്തോളും. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഗരം മസാലപ്പൊടി ചേർത്തിട്ട് ടേസ്റ്റ് നോക്കുക. കുറച്ചും കൂടെ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇപ്പം ഏകദേശം 1/4 വേവ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഒന്നും കൂടി 5 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുക. മീഡിയം സൈസുള്ള ഉരുളകളാക്കി എടുക്കുക. ഇപ്പം എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉരുള കുറച്ച് മാവിൽ മുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ കട്ടി കുറച്ച് പരത്തരുത്. ആദ്യത്തെ തവണ ഒന്ന് പരത്തിയെടുക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടായിരിക്കണം. ഇനി ഇതിൽ ഫില്ലിങ് വെച്ചിട്ട് ഒന്നും കൂടി പരത്തിയെടുക്കാം. നല്ലവണ്ണം പ്രസ് ചെയ്യരുത്. പതുക്കെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് മാവിൽ മുക്കി കൊടുക്കുക. നല്ല നൈസായിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റില്ല. ഫില്ലിങ് അകത്തുള്ളതുകൊണ്ട് കുറച്ച് കട്ടി കാണും. ഇനി ഇത് നമുക്ക് ചൂടായ തവയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് എണ്ണയോ നെയ്യോ തടവി കൊടുക്കാം. നെയ്യ് തേക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി നെയ്യ് തേച്ച് കൊടുക്കാം. ഇപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഇതുപോലെ എല്ലാം ചുട്ടെടുക്കുക. ഞാനിപ്പോൾ ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ചൂടോട് തന്നെ വിളമ്പുക. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ തൈരിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കഴിച്ചാലും നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.